ഇന്ന് നോക്കാൻ പോകുന്നത് ടേബിൾ ലേഔട്ട് ആണ്. എങ്ങനെ ആൻഡ്രോയിഡിന്റെ അകത്ത് ടേബിൾ ലേഔട്ട് യൂസ് ചെയ്യാം, അതുപോലെ അതിൻ്റെ അകത്ത് എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ഫോം ഡിസൈൻ അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിൾ ലേഔട്ട് എടുക്കാൻ വേണ്ടി നേരെ ലേഔട്ട് സെലക്ട് ചെയ്യണം. ലേഔട്ടിൻ്റെ അകത്ത് ടേബിൾ ലേഔട്ട് എന്നൊരു വിഡ്ജറ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നേരെ മിഡിലിൽ കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് നമ്മളെ ടേബിൾ. നമുക്ക് താഴെ ട്രീക്കകത്ത് കമ്പോണന്റ് ട്രീക്കകത്ത് കാണാം, അല്ലെങ്കിൽ ഈ ലെയറിനകത്ത് കാണാൻ പറ്റും. ഇനി ഈ ടേബിളിന് സൈസ് കുറയ്ക്കണമെങ്കിൽ ആ ടേബിൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ നേരത്തെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ 4 എഡ്ജ്. ഏതെങ്കിലും എഡ്ജിനകത്ത് ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട്, ആൾട്ട് ക്ലിക്ക് ചെയ്യേണ്ട, ആൾട്ട് ക്ലിക്ക് ചെയ്യുന്ന പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ് ഈക്വൽ ആയിട്ടേ വരത്തുള്ളൂ. അതാണ് ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിളിന്റെ സൈസ്. അപ്പോൾ ഈ ഒരു ട്രീക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു ലെയർ പാർട്ടിൻ്റെ അകത്ത് വന്നിട്ട് ഇതിനെ അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റോസ് കാണാം? 4 റോസ് കാണാം. ഓക്കെ, ഇനി എങ്ങനെ ഈ ടേബിളിനകത്ത് വാല്യൂസ് അല്ലെങ്കിൽ ഓരോ വിഡ്ജറ്റ് റോ ബൈ റോ ആയിട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടിടല്ലേ. ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും. നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ഡ്രാഗ് ചെയ്ത് നേരെ ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം എനിക്ക് ഫസ്റ്റ് റോയിലാണ് ഒരാളെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ കൊണ്ടിടുക. കണ്ടാ ബട്ടൺ വന്ന്. ഇനി അടുത്ത ബട്ടൺ സെക്കൻഡ് റോയിലാണ് പറഞ്ഞെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ കൊണ്ടിടുക. ടേബിൾ റോ എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത റോ വേണമെങ്കിൽ, അടുത്ത റോയിലാണ് വിഡ്ജറ്റ് വരാണെങ്കിൽ തേർഡ് ഗ്രൂപ്പിൽ കൊണ്ടുവിടുക. ഏറ്റവും ലാസ്റ്റ് വരുന്നതിലാണെങ്കിൽ ലാസ്റ്റിൽ കൊണ്ടുവയ്ക്കുക. ഇനി നമ്മളെ ടേബിളിനകത്ത് പുതിയതായിട്ടൊരു ടേബിൾ റോ ആഡ് ചെയ്യണം. പുതിയൊരു റോ ആഡ് ചെയ്യണമെങ്കിൽ നേരെ ലേഔട്ട്സിൽ പോകണം. ലേഔട്ടിൻ്റെ അകത്ത് ടേബിൾ റോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് നേരെ ഏത് ഗ്രൂപ്പിൽ കൊണ്ടുവരണം? ടേബിൾ ലേഔട്ടിൽ കൊണ്ടുവരണം. ടേബിൾ ലേഔട്ടിൽ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നേരെ ടേബിൾ റോയിൻ്റെ അകത്ത് കൊണ്ടുവിടല്ലേ, ടേബിൾ ലേഔട്ടിലേക്ക് കൊണ്ടുവിടാവും. ഓക്കെ, ഇനി അതിൻ്റെ അകത്തൊരു ബട്ടൺ കൊണ്ട് വയ്ക്കണമെങ്കിൽ ഇഷ്ടമുള്ള എല്ലാ വിഡ്ജറ്റും കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഇതാണൊക്കെ മിന്നി പോകണമെങ്കിൽ ഇതാ ഈ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഹൈഡ് ചെയ്ത് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ടേബിൾ ലേഔട്ടിനകത്ത് റോ ബൈ റോ ആയിട്ട് എങ്ങനെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യുന്നത് നോക്കി. ഇനി നമുക്ക് കോളം ബേസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റോയിൽ ഈ പൊസിഷനിൽ അടുത്തൊരു ബട്ടൺ വേണം. അതിനുവേണ്ടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാണ് വേണ്ടത് ഇവിടെ ഞാൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഫസ്റ്റ് എറിയും. ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ബട്ടൻ്റെ അപ്പുറത്ത് വരും. ഓക്കെ, കോളം ബേസ് ആയി. അടുത്ത റോയിൽ വേണമെങ്കിൽ അടുത്ത കോളം ബേസ്. കോളം ബേസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക, ഏത് റോയിലാണ് വേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഇടുക, മീൻസ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ആയിട്ട് ഒന്നല്ലേ, ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ഡ്രോപ്പായി. അൺപാക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുന്നതിന് കുറച്ചും കൂടി എളുപ്പം. എനിക്ക് താഴത്തേൽ 3 എണ്ണം വേണം, ഏറ്റവും താഴത്തേൽ ഇത്ര മതി. ഇനി ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോയ്ക്കകത്ത് വിഡ്ജറ്റ് ആഡ് ചെയ്യണം നോക്കി, കോളം ബേസ് ആഡ് ചെയ്യണം നോക്കി. ഇനി നമുക്ക് കോളം തമ്മിൽ എങ്ങനെ മെർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്യാൻ നേരത്തെ ഇതൊരു ലേബൽ അല്ലെങ്കിൽ ഇതൊരു ടെക്സ്റ്റ് വ്യൂ, ഇവിടെ ഒരു എഡിറ്റ് ടെക്സ്റ്റ് വെച്ച്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഇവിടുത്തെ എഡിറ്റ് ടെക്സ്റ്റ് വലുതും ഇവിടുത്തെ എഡിറ്റ് ടെക്സ്റ്റ് ചെറുതാണെങ്കിൽ ഡിസൈൻ ബോറായിരിക്കും. അത് ആ ഒരു കൺസെപ്റ്റ് കത്തിയാലെന്ന് അറിയത്തില്ല. എന്നാലും ഈ ഒരു ബട്ടന്റെ കേസ് നോക്ക്. ഇവിടെ മേലത്തെ റോയിൻ്റെ അകത്ത് മേലത്തെ റോയിൽ എത്ര കോളംസ് ഉണ്ട്? 3 കോളംസ് ഉണ്ട്. 3 അല്ല 4 ഉണ്ട്, ഒരെണ്ണം കൂടി ഫോം ആയിട്ടുണ്ട്. താഴത്തെ റോയ്ക്കകത്ത് 1 2 3 കോളംസ് ഉണ്ട്. കാരണം മേലിൽ ഒരു എലമെന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡിഫാൾട്ട് കോളം നമ്പർ 3 ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ 2 കോളം എന്ന് വെച്ചാൽ ഈ ബട്ടൺ ഈ ഒരു കോളത്തിലും കൂടി വരണം. എന്ന് വെച്ചാൽ ഈ 2 കോളം ഒറ്റ ഒരു കോളമായിട്ട് എനിക്ക് എടുക്കണം സെക്കൻഡ് റോയിൽ. അത് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഈ കോളം സെലക്ട് ചെയ്യണം, ഈ കോളം സെലക്ട് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ഫസ്റ്റ് ലീനിയർ ലേഔട്ടിനകത്ത് ഡിസ്ട്രിബ്യൂട്ട്സ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ 2 കോളങ്ങളും മെർജ് ആവും. മെർജ് ആവണ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു MD സ്പേസ് വരും. ആ MD സ്പേസ് എങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റോയ്ക്കകത്താണ് കോളം മെർജ് ചെയ്തത്? സെക്കൻഡ് റോയിൽ. ഇവിടെ വന്ന് സെക്കൻഡ് റോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആട്രിബ്യൂട്ട്സിന്റെ അവിടെ റൈറ്റ് സൈഡിൽ ആട്രിബ്യൂട്ട്സിന്റെ അവിടെ ലേഔട്ട് വെയിറ്റ് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം. അത് 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ MD ആയിട്ടുള്ള സ്പേസ് നമുക്ക് കളയാം. ഇനി തേർഡ് റോയ്ക്കകത്ത് എനിക്ക് ഈ ഒറ്റ ഒരു ബട്ടൺ ഇത് ഫുൾ ആയിട്ട് എടുക്കണം. അതിനുവേണ്ടി കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഈ കോളം സെലക്ട് ചെയ്യണം, ഈ കോളം സെലക്ട് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ഫസ്റ്റ് കിടക്കുന്ന ലീനിയർ ലേഔട്ട് അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് വെയ്റ്റ്സ് ഈവൻലി കൊടുക്കണം. അപ്പോൾ ഇതിന്റെ MD സ്പേസ് എങ്ങനെ മാറ്റണം? ഏത് റോ ആണ്? തേർഡ് റോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ലേഔട്ട് വെയിറ്റ് എന്താക്കി കൊടുക്കണം? 0 ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാം ആക്കിയപ്പോൾ ഇതിന്റെയൊക്കെ ലേഔട്ട് തെറ്റിപ്പോയി, മീൻസ് ഒരു കാണാൻ ഭംഗിയില്ല. അപ്പോൾ അത് നമുക്ക് ഇതിനൊക്കെ ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ 4 ഓപ്ഷനും സെലക്ട് ചെയ്യണം. ബട്ടൺ മാത്രമല്ല, ഫസ്റ്റ് ബട്ടൺ, സെക്കൻഡ് ബട്ടൺ, തേർഡ് ബട്ടൺ. ഇവിടെ ചെറിയൊരു പോർഷൻ MD പോർഷൻ, ആ MD പോർഷൻ കൂടി സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഡിസ്ട്രിബ്യൂട്ട് വെയിറ്റ് ഈവൻലി കൊടുക്കുക. ഇനി അതെനിക്ക് താഴെ നമുക്ക് കൊടുക്കാം. MD സ്പേസും ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ലീനിയറിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് വെയ്റ്റ്സ്. ഓക്കെ, ഇത് കണക്ക് ഈ 2 കോളവും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലീനിയറിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് വെയ്റ്റ്സ് ഇങ്ങനെ കൊടുക്കാൻ നേരത്തെ ഇതണക്ക് MD സ്പേസ് വരുന്നെങ്കിൽ മാത്രം ലേഔട്ട് വെയിറ്റിന്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി.
അപ്പോൾ ലാസ്റ്റ് റോ സെലക്ട് ചെയ്യാം. അതിൻ്റെ ലേഔട്ട് വെയിറ്റ് എന്ത് മാറ്റി കൊടുക്കണം? 0 ആക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡിസൈൻ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സ്പേസ് വേണം, അല്ലെങ്കിൽ താഴെ നിന്ന് മേളിൽ നിന്ന് കുറച്ചും കൂടി മാർജിൻ സ്പേസ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്യാപ്പ് വേണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബട്ടൻ്റെ, ഈ നടുക്കത്തെ ബട്ടണിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇടാം. അതിനുവേണ്ടി സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുക, ഈ ബട്ടൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ബട്ടൻ്റെ അകത്ത് വന്നിട്ട് ലേഔട്ട് മാർജിൻ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത്രയും ഓർക്കണ്ട, മാർജിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വരും. അപ്പോൾ ലേഔട്ട് മാർജിൻ ലെഫ്റ്റ് വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നിന്ന് എത്ര ശതമാനമായിട്ട് 10 DP ആണ് ഇവിടെ കൊടുക്കുന്നത്. പിക്സലിന് വരെ നമ്മൾ DP കൊടുക്കും. കണ്ടാ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ബട്ടനെ ലെഫ്റ്റിൽ നിന്ന് 10 സ്പേസ് മാറി കിട്ടി. ഇനി എനിക്ക് റൈറ്റിൽ നിന്നാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാർജിൻ റൈറ്റ് അതൊരു 10 DP കണ്ടാ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും മാറി. ഓക്കെ, ഇനി എനിക്ക് ഈ സെക്കൻഡ് റോ എന്ന് മേളിൽ നിന്നും താഴെ നിന്ന് കുറച്ച് സ്പേസ് വേണം. മേളിൽ നിന്നും താഴെ നിന്ന് സ്പേസ് വേണം. അപ്പോൾ അവിടെ ഏത് വിഡ്ജറ്റിനെ ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നത്? ആ റോ എന്ന് പറഞ്ഞ വിഡ്ജറ്റിനെ ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നത്. ബട്ടനെ അല്ല, റോ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് റോ മേളിൽ നിന്നും ഇത്തിരി പോർഷൻ ഗ്യാപ്പ് വേണം. അതെനിക്ക് താഴെ ഇത്തിരി പോർഷനിൽ ഗ്യാപ്പ് വേണം. അപ്പം അതിനുവേണ്ടി ആ ടേബിൾ റോയ്ക്കകത്താണ് നമ്മൾ മാർജിൻ കൊടുക്കണം. അപ്പോൾ ടേബിൾ റോ കിട്ടാൻ വേണ്ടി ആ ബട്ടൺ സെലക്ട് ചെയ്യും. ആ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ആ ഏത് ടേബിൾ റോയിൽ ഇരിക്കോ അതിന്റെ കോഡ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് നേരെ ഇവിടെ വരണം. ഇതാണ് നമ്മൾ ടേബിൾ റോയിൽ കോഡ് എഴുതാൻ പോകുന്നത്. അവിടെ വന്നിട്ട് മാർജിൻ എനിക്ക് മേളിൽ നിന്നാണ് ഗ്യാപ്പ് വേണമെങ്കിൽ മാർജിൻ ടോപ്പ് കൊടുത്തിട്ട് 20 DP കൊടുത്ത് കേട്ടോ, മേളിൽ നിന്ന്. ഇനി എനിക്ക് താഴെയാണ് വേണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാർജിൻ ബോട്ടം അതൊരു 20 DP കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടേബിൾ ലേഔട്ട് യൂസ് ചെയ്ത് നമുക്കൊരു സ്റ്റാൻഡേർഡ് രീതിക്കുള്ള ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് വ്യൂ വെച്ചിട്ട് ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് വയ്ക്കാം. ഇവിടെ യൂസർ നെയിം, ഇവിടെ യൂസർ ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വയ്ക്കാം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കൂടുതൽ ഡിസൈനൊക്കെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടില്ല, കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ എല്ലാ എലമെന്റ്സും കൃത്യം ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടിട്ട് അതിനെല്ലാം കൺസ്ട്രക്ടറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ടേബിൾ കൊണ്ടെടുക്കുക, അതിന് കൺസ്ട്രക്ടർ കൊടുക്കുക, അതിൻ്റെ ടേബിളിനകത്ത് കോളം ബേസിനകത്ത് റോ ബേസിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്താൽ മതി. അതാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും, പക്ഷേ ചെയ്ത് വരുമ്പോൾ അത് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഇനി റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ ലേഔട്ട് യൂസ് ചെയ്ത് ഇത് കണക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.